അത്രയും അൺബിലീവബിൾ പടമാണ്. മനസ്സിലായ അതായത് ഇതുപോലത്തെ കഥ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ ഷൂട്ടിംഗ് ഉണ്ടാവില്ല. കാരണം കണ്ടാണ് ക്ലൈമാക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കുട്ടിയുടെ ചങ്കൂറ്റം അത് പറയുന്നത് തന്നെയാണ്. ആ ലാലേട്ടൻ പൊളിച്ചു, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി എല്ലാവരും സിമ്പിൾ കഥ, പക്ഷേ കണ്ട് ഞാനത് കരഞ്ഞുപോയി. അത് മനസ്സിലായ നമ്മൾ ലാലേട്ടൻ എല്ലാ ദിവസവും കാണണം, പക്ഷെ അത് കരഞ്ഞുപോയി നമ്മൾ ലാസ്റ്റ് വരെ. അതൊരു സിമ്പിൾ കഥ, പക്ഷെ അത് എങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്ന് അൺബിലീവബിളായിട്ട്. അപ്പോൾ എല്ലാവരും കാണാം, ഓക്കെ, സഹകരിക്കുക, ഓക്കെ, പൊളിക്കുക, ഓക്കെ. ചരിത്രമാണ് എല്ലാ അടിപൊളി. നീ കാണാതെ പടം കാണാണ്ട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട കാര്യം അല്ല. എല്ലാവരോടും ഷെയർ ചെയ്യും, എല്ലാവരും എല്ലാം ഫോളോയും ചെയ്യും. ഡോക്ടർ ജെയ്സൺ അപ്പൊ ഷെയർ ചെയ്യാലോ. ശരി, കോടതിയിൽ എന്തൊക്കെ നടക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ലാലേട്ടൻ എവിടെ പോയിട്ട് ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കരിയറിൽ ഇത്തരമൊരു സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അത് കൃത്യമായി ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അസാധ്യമായ സ്ക്രിപ്റ്റ്, അതോടൊരു മേക്കിംഗ്, എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സബ്ജക്റ്റായിരുന്നത്. നമുക്ക് ഇന്ന് ഫീൽ ചെയ്യും പല ഘട്ടങ്ങളും എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നുള്ള ഓർത്തെടുത്തിരിക്കുന്നത്. നമ്മളൊരിക്കലും ചിന്തിക്കാത്തതിനും അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ടെത്തിക്കും. ആ ലാലേട്ടൻ്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ കണ്ണ് നിറയുന്നത് ശരിയായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര എക്സ്പീരിയൻസ്. ഒരു ഇൻഡസ്ട്രി ഹിറ്റും ആകും, എല്ലാ ലാംഗ്വേജസിലും റീമേക്ക് ആകും. ഇതിൻ്റെ റീമേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ദൃശ്യം 2 എങ്ങനെ ഒരു വേറെ ലെവലായിട്ടൊരു എല്ലാ ഇൻഡസ്ട്രിയും ചേഞ്ച് ചെയ്ത പടം പോലെ ഇത് ആയി വരും. എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എല്ലാ ലാംഗ്വേജസിലും റീമേക്ക് ആകും. അതായത് അജയ് ദേവ്ഗൺ ആണെങ്കിലും എല്ലാവരും നിന്ന് റീമേക്ക് ചെയ്യുന്ന ഒരു പടമായിരിക്കും. എല്ലാ ലാംഗ്വേജസിലും ഹിറ്റാകും റീമേക്ക് ആയി കഴിഞ്ഞാൽ. കൊറിയയിലും ജാപ്പനീസിലും എല്ലാ ലാംഗ്വേജിലും തേടി വരും നേരത്തിന്. അതുപോലെ തോന്നി. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ ചിത്രമാണോ അത്? അല്ലല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വന്ദനമാണ് പണ്ടത്തെ. പക്ഷെ ഇപ്പം വന്നതിൻ്റെ എല്ലാ പടത്തിലും നേരെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ദൃശ്യം 1, ദൃശ്യം 2, ജിത്തു ജോസഫിനെ കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതെല്ലാം ഉണ്ട് പടത്തിൽ. സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയല്ല, ഒരു ഫുൾ സൊസൈറ്റി കണ്ടിരിക്കുന്ന ഒരു പടം ആണ്. ഇമോഷണൽ ആണ്, എൻഡിൽ ഇമോഷണലും ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിട്ട് തോന്നും. ഒരാളും മൊബൈലും നോക്കുന്നില്ല, ഒന്നില്ല, ഒരു ലാഗ് ഇല്ല, ഭയങ്കര ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. മൂവി കണ്ടിട്ട് വളരെയധികം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിലൊരു സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരു ഫാൻ ബേസിൽ നോക്കുന്ന മൂവിയല്ല. കറക്റ്റായിട്ടൊരു പ്ലോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെറുക്ക് ജീവിതഗന്ധിയായിട്ടുള്ള കഥയെ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തേക്കാണ്. കോർട്ടുമൃഗങ്ങളൊക്കെ സാധാരണ സിനിമയിൽ കാണുന്ന പോലെ ഒട്ടും ഭയങ്കര എക്സാഗ്രേറ്റർ അല്ലാതെ വളരെ കൺവിൻസിംഗ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് എടുത്തേക്കാണ്. ഞാൻ പേഴ്സണൽ ലോയറാണ്, സോ എനിക്ക് കണ്ടപ്പോൾ ആ കോർട്ട് റൂം ഡ്രാമ അത്ര പ്രോപ്പറായിട്ട് എടുത്തേക്കുന്നതായിട്ട് തോന്നി. ഓരോ മൈനോർ ഡീറ്റെയിൽസ്. പിന്നെ ലാലേട്ടൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഭാവങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്ന് വളരെ അടുക്കത്തോടും കൂടി ആൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തേക്കണം. കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള വാക്കിനോട് കറക്റ്റ് ആൾ ഈ സിനിമയിൽ വളരെ അടുക്കത്തോട് നമ്മൾ കണ്ട ലാലേട്ടനെ ഇല്ല, ഒരു ക്യാരക്ടറായിട്ട് പുള്ളി പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് ജീവിച്ചേക്കാണ് ഈ പടത്തിൽ. അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങളുടെ പെർഫോമൻസ് അതുപോലെ തന്നെയാണ്. പ്ലോട്ടിനൊരു വളരെ യൂണിവേഴ്സൽ തീമുണ്ട്. അതുപോലെ തന്നെ വളരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ആ ട്വിസ്റ്റുകളൊക്കെ ശരിക്കും അൺപ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു. സോ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് ഈ പടത്തിൽ. ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിന്റെ ക്യാരക്ടർ ആണെങ്കിലും മറ്റുള്ള എല്ലാവരും ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയായിരുന്നു. ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം പ്ലോട്ടിന്റെ ഒരു ഫ്ലോ നമ്മൾ ഭയങ്കര റേസി സ്ക്രിപ്റ്റ് അല്ല ഇത്. ആക്ച്വലി അതിൻ്റെയൊക്കെ പ്ലോട്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളും ഒരു കാണിയായിട്ട് അതിലൊരു ആളൊരു കഥാപാത്രമായിട്ട് ഇൻവോൾവ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അതിൻ്റെതായ ഒഴുക്ക് സിനിമയ്ക്കുണ്ട്. ആ ഒഴുക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സും ഉണ്ട്. നല്ല രീതിക്ക് തന്നെ ആ സിനിമ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു സിനിമ സിനിമയെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. അഡ്വക്കേറ്റ്സ് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും കണ്ടിരിക്കണം. നാട്ടിലെ നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് സമകാലിക ആസക്തിയുള്ള ഒരു തീം തന്നെയാണ്. കാലിക പ്രസക്തിയുള്ള തീം തന്നെയാണ്. ഏതൊരു വ്യക്തിക്കും സിനിമ വളരെ നല്ലൊരു മസ്റ്റ് വാച്ച് തന്നെയാണ്. ഒരു കേസിലൂടെ കടന്നു പോകുമ്പോൾ അഡ്വക്കേറ്റ് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അതിപ്പോൾ ഭാഗ്യമാണെങ്കിലും പ്രതിയാണെങ്കിലും തങ്ങളുടെ ക്ലയന്റിന്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോകുന്ന എത്രത്തോളം അറ്റം വരെ അവർ പോകും, ഡിഫൻസ് ഒക്കെ എത്രത്തോളം അറ്റം വരെ പോകും എന്നുള്ളതിന്റെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇരക്കി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അതിന്റെ ആളുടെ നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം പേഴ്സണലി ഇമോഷണലി ഒരു അഡ്വക്കേറ്റ് ആ മാനസിക സംഘർഷങ്ങളോട് കടന്നു പോകുമെന്നും
ആള് വളരെയധികം അതിനൊക്കെ വേണ്ടിയിട്ട് ആളുടെ സോൾ ആൻഡ് എഫർട്ട് ഇടുമെന്നും ഈ സിനിമ കാണിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ അഡ്വക്കേറ്റ് ആയിട്ട് നിറഞ്ഞ ആടുക തന്നെയായിരുന്നു. ലാലേട്ടനൊരു അഡ്വക്കേറ്റ് ക്യാരക്ടറായിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടൻ നിന്ന് വ്യത്യസ്തമായിട്ട് കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ജീവിക്കുക തന്നെയായിരുന്നു ഈ സിനിമയിൽ. ഒരു കണ്ണ് നനയിക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. ലാലേട്ടൻ ഫാൻസിന് മാത്രമല്ല, നല്ല സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. മാത്രമല്ല എന്താ പറയേണ്ട, ഒരു സ്ത്രീകളും കുടുംബവും എല്ലാവരും ഒരുമിച്ച് വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ സമൂഹത്തിന് വളരെ ആവശ്യമുള്ളൊരു സിനിമ. ലാലേട്ടനെ പോലുള്ള ഒരു മെഗാസ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല മഹാനടൻ വന്ന് ചെയ്തതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ലാലേട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ടാണ്. അപ്പം